ഒന്നും പറയാനില്ലട്ടാ. ഈ ഒരു വലിയൊരു മലയുടെ ഉള്ളിൽ ഫുള്ളും റൂമുകളും ഹാളുകളും എല്ലാം ഉണ്ട്. ഒന്നും പറയാല്ല, അടിപൊളി. ഓ സംഭവം വരെ വലിയ ഒരു മലയുടെ ഉള്ളിലെ വീടുകൾ. ദേ കണ്ടോളൂ, ആ വീടുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി റൂം പോലെ ഒരു സംഭവം കാണാം. ഇത് കഴിഞ്ഞാൽ കാണാം ആദ്യം പണി കഴിപ്പിച്ച ആ ഒരു വീട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതൊരു പക്ഷേ 13-ാം നൂറ്റാണ്ടോ 14-ാം നൂറ്റാണ്ടോ ആയിരിക്കാം. ഈ വീടുകൾ നിർമ്മിച്ചത് എന്നാണ് എന്നുള്ള വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു വർഷം ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഒരു ഭർത്താവും ഭാര്യയും കൂടി വീടുണ്ടാക്കുവാൻ തീരുമാനിച്ചു. തിരക്കേറിയ നഗരജീവിതം അവർക്ക് താല്പര്യമില്ലാത്തതിനാൽ അവർ ഈ ഒരു കാടിന് നടുവിലെ ഈ ഒരു മലയ്ക്കുള്ളിൽ ചെറിയ ഒരു വീട് അവർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചു. ഈ ഒരു ഗുഹാ വീട്ടിൽ ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം, പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതിനാൽ വിറക് കത്തിച്ച് വീട്ടിൽ ചൂട് കിട്ടുന്നതിനായിട്ട് വേണ്ടി ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഇൻസൈഡ് ഫയർ പ്ലേസും ഉണ്ടാക്കി. കാലങ്ങൾ കഴിഞ്ഞു, അവർക്ക് കുട്ടികളായി. അവർ അങ്ങനെ ഈ വീടിനെ എക്സ്പാൻഡ് ചെയ്തു, അടുത്ത റൂമുകൾ എടുത്തു. അങ്ങനെ കുട്ടികൾ വളർന്നു വലുതായി, അവരുടെയും മാരേജ് കഴിഞ്ഞു. സ്വാഭാവികം, അടുത്ത വീടുകൾ പണിതേ പറ്റൂ. അങ്ങനെ വീടുകൾ പലതായി. അങ്ങനെ ഈ മലയുടെ പല ഭാഗങ്ങളിലായിട്ട് ഗുഹാ വീടുകൾ നിർമ്മിച്ചു. കുടുംബക്കാർ എല്ലാവരും ഒരു മലയ്ക്കു കീഴിൽ വന്നു. ഏകദേശം 11 ഫാമിലികളാണ് ഈ ഒരു ഗുഹാ വീടുകളിൽ താമസിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ 40-നും 50-നും ഇടയിലാണ് ആളുകൾ ഈ വീടുകളിൽ താമസമുണ്ടായിരുന്നത്. എല്ലാ വീടുകളിലും ഒരു ഫയർ പ്ലേസും, ഒരു കിച്ചണും, ഒരു ലിവിംഗ് റൂമും, പിന്നെ റൂമുകളും ഉണ്ടായിരുന്നു. ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് റൂമുകൾ അറേഞ്ച് ചെയ്തിരുന്നത്. കൂടാതെ ചില വീടുകളിൽ കൊറിഡോറുകൾ ഉണ്ടായിരുന്നു. മറ്റു വീടുകളും റൂമുകളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള കൊറിഡോറുകൾ. ഒരു വീടിനെ അപേക്ഷിച്ച് അടുത്ത വീട് വർഷങ്ങളുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ തന്നെ